കേരളത്തിൽ ഖമനേയിയെ അനുകൂലിച്ചും ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിനെ പ്രതിരോധിച്ചും മുദ്രാവാക്യം ഉയരുമ്പോൾ മറ്റൊരു ദൃശ്യം പ്രേക്ഷകർക്കായി കാണിച്ചുതരാം. ഈ വീഡിയോ ക്ലിപ്പ് ഭാസ്കരൻ നായർ അജയൻ അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് പേജിൽ പങ്കുവച്ച ഒരു വീഡിയോ ക്ലിപ്പാണ്. ആ ദൃശ്യങ്ങളിലേക്കൊന്ന് പോകാം. ഈ ദൃശ്യങ്ങളിൽ കാണുന്നത് പല രാജ്യങ്ങളിൽ, ഇറാനിലല്ലാതെ പല രാജ്യങ്ങളിൽ താമസിക്കുന്ന ഇറാനികൾ അവർ ഇസ്രായേൽ എംബസിക്ക്, അവരുടെ രാജ്യങ്ങളിലെ ഇസ്രായേൽ എംബസിക്ക് മുന്നിൽ വന്ന് അവരവരുടെ രാജ്യങ്ങളിലെ ഇസ്രായേൽ എംബസിക്ക് മുന്നിൽ വന്ന് നെതന്യാഹുവിന് നന്ദി പറയുന്നതും നെതന്യാഹുവിന് ബൊക്കെ സമർപ്പിക്കുന്നതും ഒക്കെ ആയ ദൃശ്യങ്ങളാണ്. നമുക്ക് ഈ ദൃശ്യങ്ങളിൽ കേൾക്കാം. താങ്ക്സ് ബിബി എന്ന് പറയുന്നത് ഉച്ചത്തിൽ അവർ സന്തോഷത്തോടുകൂടി വിളിച്ചു പറയുന്നത് നമുക്ക് കേൾക്കാം. പക്ഷെ നമ്മുടെ കേരളത്തിലെ സ്ഥിതിയോ, നമ്മുടെ ഇന്ത്യയിലെ സ്ഥിതിയോ, ഇന്ത്യയിലും കേരളത്തിലുമൊക്കെ ഖമനേയി എന്ന് പറഞ്ഞാൽ അവർക്ക് എന്തോ വലിയ സമ്പാദ്യം പോലെയാണ്. ഖമനേയി എന്ന് പറയുന്നതൊക്കെ അവരുടെ അടുത്ത ആൾക്കാരാണ്. ഇറാനിലുള്ള ജനങ്ങളുമൊക്കെ, ഇറാൻ എന്ന് പറയുന്ന രാജ്യം തന്നെ അവർക്ക് വളരെയധികം പ്രിയപ്പെട്ട ഒരു ഇടമാണ് ഈ കേരളത്തിലും ഇന്ത്യയിലുമൊക്കെ പറയുന്നത്. ഇന്ത്യ ഇറാനെതിരെ നിന്നു കഴിഞ്ഞാൽ കേരളത്തിലുള്ളവർക്കും ഒപ്പം ഇന്ത്യയിലുള്ള ചില പ്രബുദ്ധരായവർക്കുമൊക്കെ അത് കണ്ണിൽ പിടിക്കുകയില്ല. ഇവർക്ക് കേരളത്തിലെ ജനങ്ങളുടെ സുരക്ഷയാണോ ലക്ഷ്യമെന്ന് ചോദിച്ചാൽ അല്ല. അവർ വോട്ടിന് വേണ്ടി മതരാഷ്ട്രവാദത്തെ പിന്തുണയ്ക്കുകയാണ് ചെയ്യുന്നത്. കഴിഞ്ഞ ദിവസം രാജീവ് ചന്ദ്രശേഖർ, BJP അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ ഇതിനെക്കുറിച്ച് വളരെ വ്യക്തമായ ഒരു വിശദീകരണം നൽകിയിരുന്നു. ഇറാനിലെ ഇന്നത്തെ സംഭവ വികാസങ്ങൾ, ഗൾഫ് മേഖലയിലെ രാജ്യങ്ങൾക്കെതിരായ ആക്രമണങ്ങളും ഒക്കെ ആശങ്കപ്പെടുത്തുന്നത് തന്നെയാണ്. GCC രാജ്യങ്ങളിൽ കഴിയുന്ന ലക്ഷക്കണക്കിന് മലയാളി സഹോദരങ്ങളുടെ സുരക്ഷയ്ക്കായിട്ടാണ് കേന്ദ്ര സർക്കാർ പ്രഥമ പരിഗണന നൽകുന്നത്. ലക്ഷക്കണക്കിന് മലയാളികൾക്ക് ഉപജീവന മാർഗങ്ങൾ നൽകിയ GCC രാജ്യങ്ങൾക്കെതിരെ നടന്ന ആക്രമണങ്ങളെ ശക്തമായിട്ടാണ് അപലപിക്കുന്നത്. എന്നാൽ അവിടെ ഇരുപക്ഷവും ഇടതു വലതു മുന്നണികൾ സഹിഷ്ണുത പാലിക്കുകയാണ്. സംഘർഷം വ്യാപിപ്പിക്കാതിരിക്കാനുള്ള നടപടികൾ സ്വീകരിക്കുകയും, എന്നാൽ അവിടെ ഇരുപക്ഷവും വളരെ സംയമനം പാലിക്കുകയാണ്. സാധാരണ ജനങ്ങളുടെ സുരക്ഷയ്ക്കായിരിക്കണം രാജ്യങ്ങൾ പ്രഥമ പരിഗണന നൽകേണ്ടത് എന്ന അഭിപ്രായങ്ങൾ ഉയരുന്നു. അന്നം തരുന്ന രാജ്യങ്ങൾ എന്ന് പലപ്പോഴും നമ്മളൊക്കെ ഊറ്റം കൊള്ളുന്ന ഗൾഫ് രാജ്യങ്ങളും അവിടുത്തെ മലയാളികളും കേരളത്തിലുള്ളവർക്ക് വേണ്ടാത്തവരായത് എന്തുകൊണ്ടാണെന്ന് നമ്മളെ കൊണ്ട് ചിന്തിപ്പിച്ചത് ഇറാനിലൊക്കെ ഈ പ്രക്ഷുബ്ധമായ സാഹചര്യങ്ങൾ നടന്നപ്പോൾ തന്നെയാണ്. ഇത് കേരളത്തിലുള്ള ഒരു വിഭാഗത്തെ മാത്രം പ്രീതിപ്പെടുത്താനുള്ള ഒരു ശ്രമമാണ്. അപ്പോൾ അത്തരക്കാർ വേണം ഈ ദൃശ്യങ്ങൾ കാണേണ്ടത്. ഇറാൻ ഗൾഫ് രാജ്യങ്ങളിലേക്ക് നടത്തുന്ന ആക്രമണങ്ങൾ കേരളത്തിലെ ലക്ഷക്കണക്കിന് കുടുംബങ്ങളെയാണ് ബാധിക്കുന്നത്. അത് ആർക്കും ഒരു ബുദ്ധിമുട്ടുമില്ല. അത് അവഗണിച്ചുകൊണ്ടാണ് ഇറാൻ അനുകൂല പ്രതികരണങ്ങൾ കേരളത്തിൽ നടക്കുന്നത് എന്നതാണ് ശ്രദ്ധേയം. വോട്ട് ബാങ്ക് അത് തന്നെയാണ് പ്രധാന ലക്ഷ്യം. അത് നോക്കിയാണ് ഓരോ വിഷയത്തിലും ഇടതു വലതു മുന്നണികൾ പിന്തുണ പ്രഖ്യാപിക്കുന്നത്. ഇത്തരം നീക്കങ്ങൾ മത തീവ്രവാദത്തിന് വളമിടുന്ന നടപടിയാണ്. ബ്രിട്ടൻ, ഫ്രാൻസ്, ജർമ്മനി, ജപ്പാൻ തുടങ്ങിയ രാജ്യങ്ങളും പല ഗൾഫ് രാജ്യങ്ങളും ഈ വിഷയത്തിൽ മൗനം പാലിക്കുകയോ വിമർശനാത്മക നിലപാട് സ്വീകരിക്കുകയോ ആണ് ഉണ്ടായത്. എന്തിനേറെ പറയുന്നു, ഇറാനിൽ പോലും 40% ആളുകൾ ഇതറിഞ്ഞ് തെരുവിലിറങ്ങി സന്തോഷിക്കുന്ന കാഴ്ചയാണ് കണ്ടത്. ഇന്ത്യയുടെ ആഭ്യന്തര കാര്യങ്ങളിൽ ഖമനേയി മുൻപ് നടത്തിയിട്ടുള്ള ഇടപെടലുകളും പാകിസ്ഥാൻ അനുകൂലമായിരുന്നു. ഇന്ത്യ കാശ്മീരിൽ ആർട്ടിക്കിൾ 370 വിഷയം വന്നപ്പോഴും പൗരത്വ നിയമ ഭേദഗതി തുടങ്ങിയ വിഷയങ്ങൾ വന്നപ്പോഴുമൊക്കെ ഖമനേയി ഇന്ത്യക്കെതിരെ കടുത്ത പരാമർശങ്ങളാണ് നടത്തിയത്. ഇതൊക്കെ ഇന്ത്യയുടെ പരമാധികാരത്തിലുള്ള ഇടപെടലായിട്ട് തന്നെയാണ് നമ്മൾ കണ്ടത്. പക്ഷേ അവിടെയാണ് ഇപ്പോൾ കേരളത്തിൽ ഇത് കൂടിയിരിക്കുന്നത്. കാരണം കേരളത്തിൽ ഇറാനെതിരെയുള്ള ആക്രമണങ്ങൾക്കെതിരെ ശബ്ദമുയർത്തുന്ന ഒരു ജനതയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അത്തരത്തിലുള്ള ഒരു രാഷ്ട്രീയ നീക്കങ്ങളാണ് കേരളത്തിൽ കാണാൻ സാധിക്കുന്നത്. അതാണ് നേരത്തെ പറഞ്ഞത്, അങ്ങനെയുള്ള നീക്കങ്ങളുടെ പിന്നിൽ പ്രധാനമായും വോട്ട് തന്നെയാണ് ലക്ഷ്യം. പക്ഷേ ഇവരൊക്കെ മനസ്സിലാക്കേണ്ടത് ഇറാനികൾ പോലും മടുത്ത ഒരു ഭരണമായിരുന്നു, ഇറാനികൾ പോലും മടുത്ത ഒരു വ്യക്തിയായിരുന്നു ഖമനേയി. അവർ ഈ ഒരു വിഷയത്തിൽ ഇസ്രായേലിനോടൊപ്പമാണ് എന്നാണ് ഈ ദൃശ്യങ്ങൾ സൂചിപ്പിക്കുന്നത്. അപ്പോഴും കേരളത്തിലുള്ളവർക്ക് നേരം വെളുക്കുന്നില്ല എന്ന് തന്നെ പറയേണ്ടി വരും. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.